ശോഭ ശോഭ ആനന്ദ് ആനന്ദ് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ. യു ആർ ഫൈൻ ആനന്ദ്. നിങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് കാൽ തിരിച്ചു കിട്ടും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. യു വിൽ ബി ഓൾ റൈറ്റ്. റിയലി? താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ സീ ടുമോറോ. സ്ലീപ് വെൽ. സ്വീറ്റ് ഡ്രീംസ്. ശോഭ ഇതറിഞ്ഞാൽ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. പൂർണ്ണമായും സുഖമാകാൻ 6 മാസമെങ്കിലും വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ അതിനിടയ്ക്ക് വരാം. എനിക്കൊരു ജോലിയൊക്കെ ശരിയായിട്ടുണ്ട് ബാങ്കിൽ. മൺഡേ എനിക്ക് ജോയിൻ ചെയ്യണം. നീ ഇനിയോട് നിൽക്കണമെന്നില്ല. ഇന്നിനെ പറ്റുള്ളൂ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പറയാൻ എനിക്ക് മറ്റാരുമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയാനാണത്? ശോഭയെ കണ്ട് എല്ലാം അറിയിക്കണം. ശോഭയ്ക്കുള്ള എഴുത്തുകൾ ഞാൻ നിന്റെ പേരിൽ എഴുതാം. അവൾക്ക് എത്തിക്കണം. ഇത്രയുള്ളോ? ഏറ്റു. ഇനി നിനക്ക് അവളെ കാണണമെന്ന് തോന്നിയാലും പറഞ്ഞോ. അടുത്ത നിമിഷം ആരും അറിയാതെ അവളെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടേ എത്തിക്കും. അതൊന്നും വേണ്ട. പറ്റുമെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് ഒതുക്കാൻ നോക്ക്. അതിന് മാത്രം എനിക്ക് പേടിയില്ല. വഴിയുണ്ട്. പിന്നെ ഈ പോസ്റ്റ്മാൻ ജോലി ചെയ്യുന്നതിന് പ്രത്യേക ശമ്പളം തരണം. നിന്റെ ചേട്ടൻ കുറെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ 6 മാസത്തെ എല്ലാ ചെലവും ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇതാ ബാക്കി കയ്യിലിരിക്കട്ടെ. ഇനി എത്ര വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറ്റേ ഇനി പോയിട്ട് വേണം ടിക്കറ്റ് ശരിയാക്കാൻ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇടയിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട പോലെ. ഓക്കെ. നിന്നെപ്പോലൊരു കൂട്ടുകാരനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്താ സാറേ ഇവിടെ ഒറ്റയ്ക്ക്? ഓ വെറുതെ. തടാകക്കര വരെ പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ആരാന്ന് കൊണ്ടുപോവുക? എനിക്കിവിടെ എല്ലായിടത്തും പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ഞാൻ കൊണ്ടുപോകാം. എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. അത് കൊള്ളാം. സാറേ, ഞാൻ പറ്റിക്കുന്നവനെന്നാ എല്ലാരും പറയുന്നത്. അസൂയ കൊണ്ടാ. എല്ലാവരും എന്നെ പോലെ വഴിയണമെന്ന് മോഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. കഴുത മക്കത്ത് പോയ ഹാജിയാവോ? അതാ അസൂയ. എന്താ നടത്തിയത്? ഒരു 2 രൂപ തന്നു സാറേ. എന്തിനാ മുത്തു? ദൈവത്തിന് കൊടുക്കാൻ. ദൈവത്തിനോ? ആ, ഒരു 2 രൂപ തന്നു സാറേ. ഇപ്പൊ വരാം. എടാ ദൈവം, എത്രയാ? ഒരു 150. ആ പറഞ്ഞു ശരി. കാല് വയ്യെങ്കിലും വെള്ളടിക്ക് കുറവില്ലല്ലേ? ആ, വല്ലയിടത്തും വീട് ഒഴിഞ്ഞതാവും. അതെ.
ആരെന്നറിയില്ല, പേരും. ഒന്ന് മാത്രം അറിയാം, കൊഞ്ഞണം കുത്താൻ അറിയാവുന്ന ഒരു കുസൃതി കുട്ടി. എഴുത്തെത്രയായി? എന്നിട്ടെന്നെ മറുപടി എഴുതത്ത്? എന്തെഴുതാനല്ലേ? എന്തെങ്കിലും എഴുതുന്നേ. എന്ന് ആനന്ദ്, അല്ല, എന്ന് നിന്റെ ആനന്ദ്. തന്നെക്കുറിച്ചുള്ള കംപ്ലൈൻസ് കേട്ട് എനിക്ക് മതിയായി. ഇവിടെ സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് തനിക്ക് ചാരായത്തിന് പകരം കുടിക്കാനല്ല. ഒരു മലയാളിയാണല്ലോ എന്ന് കരുതി ഞാൻ കുറെ ക്ഷമിച്ചു. സാറ് വിചാരിച്ചാൽ മുത്തു രക്ഷപ്പെടും, എന്നെ പിരിച്ചുവിടരുത്. ഈ മാസം 25ാമത്തെ കംപ്ലൈന്റ് ആണ് തന്റെ പേരിൽ. ഐ എം സോറി, എനിക്കൊന്നും ചെയ്യാനാവില്ല. സസ്പെൻഷൻ ഓർഡർ പിൻവലിക്കേണ്ടത് കമ്മിറ്റിയാണ്. അപ്പൊ സാറ് വിചാരിച്ചാൽ യാതൊരു നിവൃത്തിയില്ല. മുത്തുവിനെ രക്ഷിക്കാൻ സാറിന് പറ്റില്ല എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ താനെന്തിനാടോ ചീപ്പാന്നും പറഞ്ഞിരിക്കുന്നേ? പിരിച്ചു വിട്ടാ പിന്നെ മുത്തുവിന് മത്തായി പറഞ്ഞ പോലെ വിഷമടിക്കാൻ പോണോ വെയിലിനെ പേടിക്കോ? താൻ പോ, സ്വല്പം കൂടി മിനുങ്ങിയിട്ട് ഞാനൊരു വരവ് വരും. നിന്റെയൊക്കെ ഒടുക്കമായിരിക്കും, നോക്കിക്കോ. മല്ലിപ്പൂവേ, പൂവിനെന്താ വില? 50 പൈസ. 1 രൂപയ്ക്ക് എത്ര കിട്ടും? എനിക്ക് വേണ്ട. 1 രൂപയ്ക്ക് ഇത്രയേ ഉള്ളൂ. പൊട്ടിക്കണമെന്ന് മുൻപേ പറയണം വേണ്ടെന്ന്. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യാ? എനിക്ക് വേണ്ട. ഞാൻ എത്ര കിട്ടുന്നല്ലേ ചോദിച്ചത്. വേണമെന്ന് പറഞ്ഞോ? 2 നേരം കൂടി തരാം. ഇന്ന് ആരും വാങ്ങിയില്ല. കച്ചവടം വളരെ മോശമാ. എനിക്കെന്തിനാ പൂ? ഞാൻ ചൂടില്ല. മുത്തിയമ്മയുടെ കാവിൽ കൊടുത്താൽ മതി, വേഗം സുഖാവും. എനിക്ക് വേണ്ട. പൂക്കരി, ഇന്ന് വാങ്ങിയാൽ എന്നും കൊണ്ടുവരുമോ? കൊണ്ടുവരാം. മുത്തിയമ്മയുടെ കാവ് വരെ പോവാൻ എനിക്ക് കാലാവില്ല. പിന്നെ എങ്ങനെ പൂ കൊടുക്ക? ഞാൻ കൊണ്ട് കൊടുക്കാം. കൊടുക്കോ? എന്നാ 1 രൂപ. ദിവസം ഞാനിവിടെ ഈ സമയത്ത് വരും. അപ്പൊ വന്നാ പൈസ തരാം. പിന്നെ കുട്ടിയുടെ പേരെന്താ? മീനാക്ഷിന്ന്. മീനെന്ന് അമ്മൂമ്മ വിളിക്കുക. അപ്പോ ഞാനും മീനെന്ന് വിളിക്കട്ടെ? ഞാൻ പോട്ടെ, പോ കാവിൽ കൊടുത്തേക്കാം. ഭഗവതി, ഈ പൂ കൊടുത്തുവിട്ട സാറിന്റെ കാല് വേഗം സുഖാവണേ. ഇന്ന് കച്ചവടം ഒന്നും ശരിയായില്ല. കഷ്ടിച്ച് അരിക്കുള്ള കാശേ കിട്ടിയുള്ളൂ. രാത്രി മുത്തമ്മന് കള്ളിനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ ഒന്നും തല്ലും. അതുകൊണ്ട് ഇന്ന് എനിക്ക് കള്ളിനുള്ള കാശ് ഭഗവതി തരണം. കച്ചവടം നന്നാണെങ്കിൽ നാളെ തന്നെ തിരിച്ചു തരാം. തരാമെന്നൊരു സമയം. നാളെ തന്നെ തിരിച്ചു തരാം കേട്ടോ.
എടേ മീനു, മീനു, എല്ലാം ചത്തോ? എന്താ ഉണ്ടാവാ? ഒന്ന് കാണാൻ, നിന്റെ മോളയുടെ ചന്ത കാണാൻ, വല്ല ഒന്നോട് നക്കാൻ. വരലുണ്ട് മക്കാൻ. സന്ധ്യയാവുമ്പോ കേറി വരും മൂക്കറ്റം കയറ്റിക്കൊണ്ട്. കിളവി അധികം ചിലക്കണ്ട. ആ പട്ടി, നിന്റെ തന്ത അവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നോടാ? ദേ വയസ്സായെന്ന് ഞാൻ നോക്കില്ല. മോന്റെ ഇടക്ക് ഒരു ചവിട്ടി റോഡിൽ നിന്ന് കിടക്കും. അത്ര കയറാ എന്നാ നീ എന്നെ അടിക്കടാ. അമ്മ മാറ്റി ഏറിപ്പോ. മുത്തമ്മോന് കാശല്ലേ വേണ്ടേ? ഞാൻ തരാം. ഇത്രേ ഉള്ളോടെ. അല്ലടാ, കെട്ടിപ്പൂട്ടി അകത്ത് വെച്ചിട്ടുണ്ട്. അമ്മൂന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഇന്ന് കച്ചവടം മോശമായിരുന്നു. അല്ലെങ്കിൽ നിന്റെയൊക്കെ മോന്ത കണ്ട ആരെങ്കിലും അടുത്ത് വരുവോടെ? ആ, അവന്റെ മോന്ത നല്ല മോന്തയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു കത്തുണ്ട്. ഞാൻ കാത്തിരിക്കുന്നു ശോഭ. ഇതാ 5 രൂപയുണ്ട്. 5 ദിവസത്തെ പൂവിന്റെ കാശ് അഡ്വാൻസ്. നല്ല ശക്തിയുള്ള ഭഗവതിയാ. എന്ത് സുഖടും വേഗം മാറ്റും. സാരി ഇതൊന്നും നിൽക്കണേ, ഞാൻ ഇപ്പൊ വരാം. ബസ് വരുമ്പോഴും മീൻ എന്തിനാ ഓടുന്നത്? പൂവിക്കാണെങ്കിൽ പൂക്കൂടെ വേണ്ടേ? ഏത് ബസ്സിലെ ഏട്ടൻ വരുവാന്ന് അറിയില്ല. മീനിന് ഏട്ടനുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാ? അറിയില്ല. പിന്നെ ഞാൻ കുഞ്ഞായിരിക്കും പട്ടാളത്തിൽ പോകുന്ന അമ്മീനെ പറയുന്നു. വരും വരും, എത്ര നാളെ കാത്തിരിക്കുന്നു. വന്നില്ല. ഒരു ദിവസം വരും. ഏട്ടനെ കണ്ട മീനിനറിയോ? അതിനൊരു വഴിയുണ്ട്. എന്റെ കയ്യിൽ ഏട്ടന്റെ ഒരു കടയുണ്ട്. നോക്കട്ടെ, എന്നെ കാട്ടോ? ഇത് മീനിന്റെ കടമല്ലേ? അമ്മൂമ്മ പറയും ഏട്ടന് എന്നെയും കണ്ട ഒരു വ്യത്യാസമില്ലാന്ന്. ഞാനൊരു മീശ വെച്ചാ ഏട്ടനാവും അത്രേ. അതുകൊണ്ട് ഈ മീശ വരച്ചിരിക്കുന്നത്. ഇന്നാലും ഞാൻ എങ്ങനെ അറിയാം? എനിക്കൊരു ഓർമ്മയില്ല. ഈ വിരലിലൊന്ന് തൊട്ടേ. എന്തിനാ? തൊട്ടേ, ഒരു കാര്യം അറിയാനാ. ഏട്ടൻ വരും, തീർച്ചയായും വരും. നേരെ ഒരുപാടായി. ഞാൻ പോട്ടെ സാറേ. മീനു, എന്നെ സാറേന്ന് വിളിച്ച ഇനി ഞാൻ മിണ്ടൂല. പിന്നെ എന്താ വിളിക്കുക? ഇഷ്ടമാണെങ്കിൽ അനുവേട്ടാന്ന് വിളിച്ചോളൂ. അനു ഏട്ടാ, അനു ഏട്ടാ. അനുവേട്ടൻ നല്ല പേര്. ഇന്ന് ഭഗവതി, എന്റെ ഏട്ടനും ഇങ്ങനെ ഇരിക്കല്ലേ? എന്ത് കേട്ടാലും ഒന്നും മിണ്ടില്ല. പിന്നെ എങ്ങനെ അറിയാം? ഞാൻ പോണു. ഇതാ ഇന്നലെ എടുത്ത പൈസ. മീനാക്ഷി, അതാണ് അവളുടെ പേര്. മീനു എന്ന് അമ്മമ്മ വിളിക്കും പോലും. ഞാനും പാവം കുട്ടി, ഒരിക്കലും വരാത്ത ഏട്ടനെയും കാത്തിരിക്കുകയാണ്. ഞാൻ അവളുടെ ഏട്ടനാവട്ടെ ശോഭേ. അവൾക്കൊരു ചേച്ചിയും കൊടുക്കാമെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അവളെന്നെ എന്താ വിളിക്കാന്നറിയോ? അനുവേട്ടാന്ന്. എന്റെ അനുജത്തി എന്നെ വിളിച്ചിരുന്നത് പോലെ. അനുവേട്ടൻ കാല് സുഖമായി പോകും അല്ലേ? ഇവിടെ
എല്ലാവരും അങ്ങനെയാ. വരുന്നവരെല്ലാം കുറെ നാൾ കഴിഞ്ഞങ്ങ് പോവും. പിന്നെ ഒരിക്കലും തിരിച്ചു വരികയില്ല. പക്ഷെ ഞാൻ വരും. വരുമോ? മീനുകുട്ടിക്ക് ഒരു സമ്മാനം കൊണ്ട് ഞാൻ വരും. എന്ത് സമ്മാനം അറിയോ? എന്താ? ഒരു ചേച്ചി. ഏത് ചേച്ചി? ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. വെറുതെ പറയാ. ഇല്ല, എന്റെ മീനുകുട്ടിയാണ് സത്യം. ഹായ്, എന്ത് രസായിരിക്കും. ചേച്ചി സുന്ദരിയാ? പെരുത്ത് സുന്ദരി. പെരുത്തെന്ന് വെച്ചാ രാക്ഷസന്റെ കഥയിലെ രാജകുമാരിയുടെ അത്ര സുന്ദരിയാ? അതിലും സുന്ദരി ആയിരിക്കും. നേരെ ഒരുപാട് ഞാൻ പോണു. അമ്മ കാത്തിരിക്കും. അയ്യോ സാറേ, പോയി സാറേ, അവള് പോയി. എന്റെ എല്ലാമായിരുന്ന എന്റെ മോള് മരിച്ചുപോയി സാറേ. മോളോ? തനിക്ക് മക്കളൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞിരുന്നു. ഇത് എന്റെ അനന്തരവള്. എന്റെ എല്ലാമായിരുന്നു സാറേ. ഒരു പനി, അത്രേ ഉള്ളൂ. അവള് പോയി. ശവം എടുക്കാനുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള കാശ് പോലെ എന്തിനില്ല. എന്നെ ഒന്ന് സഹായിക്കണം. തന്തയും തള്ളയില്ലാത്ത കൊച്ചാ സാറേ. കരയാതെ. എത്ര രൂപ വേണം? ഒരു 100 rupees തന്നാ മതി. എന്റെ ഒരു ഇത്രയേ ഉള്ളൂ. 10-60 രൂപ കാണും. 60 ആണോ? അത്ര ആളുകളെ കുറച്ച് ഞാൻ ശവം എടുപ്പിച്ചോളാം. വലിയ ഉപകാരം സാറേ. എക്സലന്റ്. ഇറ്റ് സെറ്റിൽ പെർഫെക്റ്റ്ലി. എന്നാലും ഒരു മാസം കൂടി ഒബ്സർവേഷൻ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് പോകാം. ഇങ്ങനെ എപ്പോഴും കിടന്നാ പോരാ, എഴുന്നേറ്റ് നടക്കാനൊക്കെ ശ്രമിക്കണം. നീയെ പോകുന്നു? ഞാൻ കുറച്ചേരായി. നിന്റെ പ്ലാസ്റ്റർ എടുക്കാൻ പറഞ്ഞു. അതെ. നിനക്കെന്താടാ ഒരു വ്യത്യാസം പോലെ? ജോലി കിട്ടിയപ്പോ ആള് മാറിപ്പോയി. എന്താടാ, പെണ്ണുങ്ങളെ നോക്കി നോക്കി കണ്ണ് പീസായ? അല്ല, എന്റെ കണ്ണിനൊരു അസുഖം വന്നു. ശ്രീകൃഷ്ണന്റെ ലിസ്റ്റ് ഏതുവരെയായി? അത് പറയാനാ വന്നത്. എല്ലാം നിർത്തി. മറ്റന്നാൾ എന്റെ വിവാഹമാണ്. നേരത്തെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ ലീവിന് വന്നു. പെട്ടെന്നെല്ലാം തീരുമാനിച്ചു. റിയലി? പെണ്ണെങ്ങനെ? സുന്ദരിയാണോ? തരക്കേടില്ല. പക്ഷയുടെ പേരെന്താ? ലേഖ. നൈസ് നെയിം. എടാ, സൂക്ഷിക്കണം. നീ വാക്ക് കൊടുത്തിട്ടുള്ള ചരക്കുകളെല്ലാം കൂടി കല്യാണ മണ്ഡപം വളയരുത്. എന്തായാലും ഞാൻ ഇല്ലാതായി പോയല്ലോ. സാരല്ല, ഞാൻ അവിടെ ഉണ്ടെന്ന് നീ മനസ്സ് വിചാരിച്ചോ. ശോഭയെ കാണാറുണ്ടോ? വിവാഹത്തിന് വരും. ഹൗ ഇസ് ഷീ? ഷീസ് ഫൈൻ. പിന്നെ എനിക്ക് അധികം ഇരിക്കാൻ സമയമില്ല. നിന്നെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എനിക്കിനി കുറച്ച് നാളുകൂടെ ഈ വനവാസമുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു. അയ്യോ ഭഗവതി, ഇന്ന് നീയും പാപ്പരാണോ? എവിടുന്നെങ്കിലും എനിക്ക് ഇത്തിരി കാശുതാ. ഇല്ലെങ്കിൽ ഞാനും അമ്മൂമ്മയും ഈ നീട്ടി കൊണ്ട് ചാവും. അനിയേട്ടാ, ഞാൻ മോഷണത്തിന് ശിക്ഷ എന്താണെന്നറിയോ? ഞാൻ മോഷ്ടിച്ചതല്ല, കടം വാങ്ങിയതാ. പൂവിറ്റ് കിട്ടുന്ന കാശ്
ഭാര്യയ്ക്ക് തന്നെ തികയില്ല. പിന്നെ കിട്ടുന്നതിന്റെ പകുതി മുത്തമ്മാവന് കള്ളു കുടിക്കാൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇടുക. എന്നെ ഇടിച്ച സാരമില്ല, പാവം അമ്മമ്മയെ ഇടിക്കും. തികയാതെ വരുമ്പോ ഇവിടുന്നെടുക്കും. കിട്ടിയാൽ ഉടനെ കൊണ്ടുവന്നിടും. അതാ പതിവ്. ഞാൻ മോഷ്ടിക്കില്ല കേട്ടോ, ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, കരയണ്ട. എന്റെ മീനുട്ടി മോട്ടിക്കില്ലെന്ന് എനിക്കറിയാം. മീനുട്ടി കരഞ്ഞ ഞാനും കരയും. ശരിക്ക് ശരിക്ക് മീന് വെച്ചോളൂ. വേണ്ട. അതെന്താ? പെൺകുട്ടികൾ വെറുതെ കാശ് വാങ്ങിയ ചീത്തയാണെന്ന് അമ്മമ്മ പറയണേ. ചിന്നമ്മ അങ്ങനെയാ. ചിന്നമ്മന് ഒരുപാട് പേര് വെറുതെ കാശ് കൊടുക്കും, ചിന്നമ്മ വാങ്ങും. അതുകൊണ്ട് എല്ലാവരും ചിന്നമ്മ ചീത്തയാന്നാ പറയണേ. ഞാൻ പോണു, അമ്മമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം. നിനക്ക് വേറെ പണിയൊന്നുമില്ല വെച്ചേ. അവനങ്ങ് വരത്തില്ല. വരും, അമ്മമ്മ പറഞ്ഞല്ലോ വരുമെന്ന്. വരും. പിന്നെ നിന്റെ അമ്മമ്മക്ക് ജ്ഞാനദൃഷ്ടിയല്ലേ, അങ്ങനെ അങ്ങ് തീർത്ത് പറയാം. അത് കള. നീ വല്ലോ കഴിച്ചോ കാലത്ത്? കഴിച്ചു. ചായ വേണോ നിനക്ക്? വേണ്ട. ആ കടവിലെങ്ങാനും പോയി നല്ല കച്ചവടം കിട്ടും. വൈകുന്നേരം വന്നേരെ കയ്യും വീശി. അപ്പോ മുത്തുമീനിന്റെ അമ്മാവനാ? പേരിന് മാത്രമേ ഒരു അമ്മാവൻ. പേടിയുള്ളത് ചിന്നമ്മോനെ മാത്രമേ ഉള്ളൂ. ആരായി ചിന്നമ്മു? മുത്തമ്മേന്റെ ഭാര്യ. ചിന്നമ്മനോട് കളിച്ചാ നല്ല വീക്ക് കിട്ടും. എന്തിനാ ചിരിക്കുന്നേ? ഇല്ല, ഈ ചത്തുപോയൊരു തിരിച്ചു വരുമോ എന്ന് ആലോചിക്കുകയായിരുന്നു. മീനുവിന്റെ അമ്മാവൻ മീന് മരിച്ചുപോയി എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിച്ചു. എന്റെ ശവം അടക്കാൻ ഇപ്പൊ 10-30 പേരുടെ രൂപ വാങ്ങി കാണും. ഇതൊരു സ്ഥിരം വേലയാ. ഞാൻ ചത്തോന്ന് കേട്ട ചിരിക്കുക? അല്ല, എങ്ങനെയാ ചിരിക്കാതിരിക്കുക? മീനു വേണ്ട, ഞാൻ ചത്തുപോയി. ചേടാ, മരിച്ചുപോയൊരു കൈവക്കാറുണ്ടല്ലോ. ആ, പറ്റിച്ചേ. ഞാനും പറ്റിച്ചേ. ചൂടി നീ വാ മുത്തുക്കൂട ചൂടി നീ വാ പൂനിലാവായി നീ പോരുമോ? മുത്തുക്കൂട ചൂടി നീ വാ പൂനിലാവായി നീ പോരുമോ?
താഴ്വരയിൽ താമരപ്പൂക്കൾ നീളെ തെന്മൂടി നിൽക്കുന്നു ആമലയിൽ മോദമായിന്ന് ആമയിലുമാടുന്നു താഴ്വരയിൽ താമരപ്പൂക്കൾ നീളെ തെന്മൂടി നിൽക്കുന്നു ആമലയിൽ മോദമായിന്ന് ആമയിലുമാടുന്നു വിരുന്നു വരുന്നു പറന്നു മുന്നിൽ കിളികൾ ആനന്ദമാ വിരുന്നു വരുന്നു പറന്നു മുന്നിൽ കിളികൾ ആനന്ദമാ പുഴയരികിലെ കുളിരലയാണീ മനസ്സിലെ മധുരം പകർന്നു നൽകാൻ ആടിയാടിവാ നീയോടിവാ പാടിയാടിവാ നീ തേടിവാ മുത്തുക്കൂട ചൂടി നീ വാ ആ ആ ആ മുത്തണിഞ്ഞ തേരിൽ നീ വാ ആ ആ ആ പൂനിലാവായി നീ പോരുമോ പൂങ്കുളിരായി ഞാൻ പോരുമേ മുത്തുക്കൂട ചൂടി നീ വാ ആ ആ